ഹലോ ഓൾ, വെൽക്കം ടു കുഷ്ക ടോക്സ്. ബാംഗ്ലൂർ പോയ വഴി തെറ്റു? എൻ്റെ അറിവില്ല. തെറ്റെന്നാണ് നാട്ടിലുള്ള ചിലരൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നു? അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുമ്പം എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത്, പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് എൻ്റെ കുടുംബക്കാരും അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരൊക്കെ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞൊരു കാര്യം, ബാംഗ്ലൂരാണ്, ചെക്കനൊന്ന് സൂക്ഷിക്കണം, വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വീട്ടിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ, അതായത് മലയാള മണ്ണിൽ ഒരുപാട് വീട്ടിൽ, മലയാള മണ്ണിൽ ഒരുപാട് വീട്ടിലും ഈ പറയുന്ന പോലത്തെ സംസാരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ നോർമലി നോക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കാണല്ലോ, അപ്പൊ കുറച്ച് ഫ്രീഡം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഒരു പാർട്ടി സിറ്റിയാണിത്, പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് പിള്ളേർ വഴിതെറ്റാൻ ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, എല്ലാവരും അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അതെ, അങ്ങനെ പറഞ്ഞു കിടക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബാംഗ്ലൂർ പോലെ തന്നെ ഇതുപോലെ ബാംഗ്ലൂർ ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാം ആക്സസിബിൾ ആണ്. പബ്സ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീഡം ഉണ്ട്. ബട്ട് ഇതെല്ലാം മറ്റുള്ള സിറ്റീസിലും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈദരാബാദ്, ചെന്നൈ, പുറത്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ദുബായ് ഉണ്ട്, ഇപ്പം യൂറോപ്പ് കൺട്രീസിലുണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിനെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്? അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹൈ സിറ്റി, അതായത് ഒരു വലിയ സിറ്റി ബാംഗ്ലൂരാണ് പണ്ട് മുതലേ. അതെ, കൊച്ചിയൊക്കെ ഈ റീസെന്റ് ആയിട്ടാണ് ഒന്ന് അത്രയും ഡെവലപ്ഡ് ആയിട്ട് വന്നത്. കൊച്ചിയൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് വന്നത് ഈ അടുത്തായിട്ടാണ്. അതെ, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചിത്രപ്പേര് കൊച്ചിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ബാംഗ്ലൂരിന്റെ കാര്യം എടുക്കുന്ന ഒരു 80s 70s മുതലേ ബാംഗ്ലൂർ ഒരു ഹൈ സിറ്റിയാണ്. കേരളത്തിലെ ആളുകൾക്ക് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആണ്. പഠിക്കാനും ജോലിക്കായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. സത്യം. ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം കൂടി കൂടുമ്പോൾ ആളുകളുടെ ലൈഫ് ഒന്ന് കുറച്ച് അടിപൊളിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിലത്തെ ആൾക്കാർക്ക് കുരുവിട്ടു. പിന്നെ കുറ്റം പറയലാണ്ട് വേറെ വഴിയില്ലല്ലോ. അതെ, അതിപ്പം നാട്ടുകാർ മാത്രമല്ല. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? മീഡിയാസും ഫിലിംസും ആണ്, അല്ലേ? ബട്ട് ഈ ഒരു ബാംഗ്ലൂരിനെ പറ്റി ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ മലയാളം മൂവീസിൽ, ഒരുപാട് മൂവീസിൽ ഇപ്പൊ ബാംഗ്ലൂരിനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചത്. പണ്ട് മുതലേ ഉണ്ടായ സംഭവം. നമ്മുടെ കൊച്ചി രാജാവ് മൂവിയില് ഇർഷാദ് മോൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ വലിക്കുന്നു. എന്നിട്ട് നീ എപ്പോഴാ മോൻ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ പഠിച്ചതെന്നാണ് വിജയരാഘവൻ ചോദിക്കുന്നത്. അതെ, ഇർഷാദിനോട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവരത് കാണിക്കുന്നത് ഈ സിനിമയിലൊക്കെ കൂടെ. സിനിമയില് പക്ഷെ ആളുകൾ കാണുക ഈ മോശം കാര്യങ്ങളാണ്. സിനിമയിലുണ്ട്, അതേപോലെ മീഡിയാസിലുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, അതിപ്പോ ബാംഗ്ലൂർ മാത്രമായതുകൊണ്ടാണോ? എൻ്റെ ഒരു, അതായത് ഫോർ എക്സാമ്പിൾ വാട്ട് ഐ തിങ്ക് ഈസ്, നമുക്ക് വഴിതെറ്റണമെന്ന് നമ്മൾ വിചാരിച്ചാലല്ലേ നമുക്ക് വഴിതെറ്റാൻ എന്തായാലും. കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു 18-19 വയസ്സായിട്ടല്ലേ നമ്മളിവിടെ എത്തത്തുള്ളൂ. അതെ, ഡിഗ്രി പഠിക്കാനോ പൊട്ടുന്ന പ്രായം. നമുക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധമുള്ള സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. ഓക്കെ. അപ്പം എന്ത് കൂട്ടുകെട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ചീത്ത കൂട്ടുകെട്ട് പോകണോ ഇല്ല നന്നായി നടക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളെ എടുത്ത് പലതും കൊണ്ടുവരാൻ പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മളെ ചോയ്സാണ് എങ്ങനെ പോകണം എന്നുള്ളത്. അതിപ്പം ബാംഗ്ലൂർ തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നതിനാലും നമ്മുടെ വീട്ടിൽ നിന്നതിനാൽ കൂടി വഴിതെറ്റണമെന്ന് വിചാരിച്ചാൽ വഴിതെറ്റാലോ? നാട്ടിലിപ്പോ എത്ര കേസാണ് MDMA-ന്റെതും കഞ്ചാവിന്റെതും സിന്തറ്റിക്കിന്റെതും ഒക്കെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതെ, പക്ഷെ ഇതൊക്കെ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ബാംഗ്ലൂരുമായിട്ട് കണക്ട് ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. എനിക്കൊന്നും പറയാനുണ്ട്. ഞാനിവിടെ ബാംഗ്ലൂർ പഠിക്കാൻ വന്ന സമയത്ത്, ഇപ്പം ഫസ്റ്റ് വന്ന സമയത്ത് ഫുഡൊന്നും റെഡിയല്ല. ഞാൻ ഓൾറെഡി തടിച്ചിട്ടുള്ള ആളാണ്. നാട്ടില് ആ സമയത്ത് പോയപ്പോൾ എനിക്കൊന്ന് 2-3 മാസം കഴിഞ്ഞിട്ടാ ഞാൻ ഒന്ന് മെലിഞ്ഞ്. ഇപ്പൊ നാട്ടിൽ തന്നെ ഫ്രണ്ട് വയ്ക്കുക, ഓ നല്ല കഞ്ചാവടിയല്ലേ, പട്ടിണി കിടന്ന് മെലിഞ്ഞാണ്. എന്നിട്ട് ചോദ്യം വന്നത് ഇങ്ങനെ, ഇത് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി, പിന്നെ ഫുഡൊക്കെ റെഡിയായ സമയത്ത് പിന്നെ ഞാൻ തടിച്ച് ഞാൻ ആ സമയത്ത് നാട്ടിൽ പോയപ്പോൾ എന്നോട് ചോദിക്കുക, നല്ല കള്ളുകൂടിയാലേ. ഇതാണ്. അപ്പം ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ കഞ്ചാവടി, അല്ലെങ്കിൽ ഈ കള്ളുകുടി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ, ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്സ്. അതായത് നമ്മുടെ ഈ സിനിമക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ബ്രോഡാഡി, അതുപോലെ ഒരുപാട് പടത്തിലും ഈ പറയുന്ന പോലെ റിലേഷൻ. പക്ഷെ ലിവിങ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ മാത്രമുള്ളല്ല. നല്ല കാര്യമാണ്. അതെ, അതിനെ കൊണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ബേസിക്കലി ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണിനും ചെറുക്കനും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു മൗലിക അവകാശം നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു 1000 പേര് ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ 1-2 കേസിൽ ഇതേപോലെ വെട്ടിക്കൊലപാതകം, 1-2 കേസാണ് ഹൈലൈറ്റ് ആവുന്നത്. ഇതിപ്പോ കല്യാണം കഴിച്ച ആളുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാടുണ്ട്. ചതിക്കുന്നതും വെട്ടിക്കൊല്ലുന്നതും. ഇപ്പൊ ഒരു ചങ്ങായി കുക്കറിലിട്ട് കൊന്നു പറഞ്ഞിട്ട് ന്യൂസ് വന്നില്ല ഹൈദരാബാദിൽ. ഇത് ഈ ലിവിങ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ഒരു കൗതുകമാണ്. ഒരു കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് ജീവിക്കുന്നത് കടി എന്നാ അവരെ കുറച്ച് കുറ്റം പറഞ്ഞേക്കാം. അത് മാത്രമല്ല, ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പം അത് മാറി കേട്ടോ. മുമ്പ് ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ
പെൺകുട്ടി ബാംഗ്ലൂർ ആണോ, അങ്ങനെയാണെങ്കിൽ ചെറുക്കന് കല്യാണം കഴിക്കാൻ ചെറിയൊരു വിസമ്മതം. അത് ബാംഗ്ലൂർ താമസിച്ച് പഠിച്ച ആൾക്കാർ വരെ, അതായത് കുട്ടി ബാംഗ്ലൂർ ആണെങ്കിൽ എനിക്കൊരു ചെറിയൊരു വിസമ്മതം എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം മാറിക്കിട്ടി. എന്തായിരുന്നു അതിന്റെ ഒരു കാഴ്ചപ്പാട് വിഷ്ണു? ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ പഠിച്ചു വളർന്ന കുട്ടിയാണെങ്കിൽ കല്യാണം വരികയാണ് വേണ്ടെന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടന്റ് ആക്കിയിട്ട് റീൽ എടുക്കുന്നത് വളരെ മോശം രീതിയിൽ. കാരണം ഇതൊക്കെ ഇട്ടാൽ ആൾക്കാർ പെട്ടെന്ന് കേച്ചാവും. അത് അതെ, അതായത് ഞാൻ റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് റീൽസ് എങ്ങനെ ഇടാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫുള്ള് ഫ്രീ ആയി കുറെ മറ്റേ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്സിന് എണ്ണമില്ല, ലൈക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ആ ഒരു രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത്. ബട്ട് ഇതൊന്നും സത്യമല്ല. ഇതൊന്നും ലൈക്ക് ഈ പറയുന്ന പോലെ തന്നെ 1-2 ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഇതുപോലെ തന്നെ ടാർഗറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു കാര്യം നല്ലത് ചെയ്തുകൊണ്ടിരുന്നാല് ആരും മൈൻഡ് ആക്കില്ല. സത്യം. നേരെ മറിച്ച് 100 കാര്യം നല്ല ചെയ്തിട്ട് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ നീ നല്ല 100 പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ പോലും നല്ലത് കമന്റ് ചെയ്യില്ല. പക്ഷെ ഒരു പോസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പിന്നെ പൊങ്കാല ഉണ്ടാവും. അതെ, അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഈ പറയുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരൊറ്റ ചോദ്യം ഒന്നേ ഉള്ളൂ. അതായത് ഈ ഒരു വീഡിയോക്ക് അടിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഈ പറയുന്ന പോലെ തന്നെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതായത് ബാംഗ്ലൂർ വന്നതിനെ കൊണ്ട് മാത്രം ഒരാൾ വഴിതെറ്റുമോ, ബാംഗ്ലൂരിനെ അങ്ങനെ ചിത്രീകരിച്ചതാണോ, എന്താണ് അതിന് പിന്നിലുള്ള നിങ്ങളുടെ റീസൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെ ട്രാവൽ ചെയ്യുന്നവരെ അടുത്തുനിന്ന് കഞ്ചാവ് പിടിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് പിടിച്ച് എന്നുള്ള ന്യൂസ് കാണാറുണ്ട്. അതെ, അതും കൂടി ഈ നാട്ടിലുള്ള ആൾക്കാരെ തലയിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ബാംഗ്ലൂർ ഈ സംഭവങ്ങളൊക്കെ സുലഭമായി കിട്ടുന്നുള്ളൊരു വിചാരമാണ് ബാക്കിയുള്ളവർക്ക്. അതെ. പിന്നെ എനിക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടോട്ടലി ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് പേഴ്സണലായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ വിഷ്ണുക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ബാംഗ്ലൂർ വന്നതിനെ കൊണ്ട് എനിക്ക് വഴി തെറ്റണം, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ വഴി തെറ്റാണ് എവിടുന്നായാലും തെറ്റും. അതിപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ വരണമെന്നില്ല. നാട്ടിലായാലും എനിക്ക് വിചാരിച്ചാൽ എനിക്ക് ആ രീതിയിലുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതെ, നമ്മളെ ചോയ്സ് ആണല്ലോ. അതെ. എന്താണ് അമലിന്റെ ഒരു കാഴ്ചപ്പാട്? അതായത് ബാംഗ്ലൂർ ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ 6 വർഷമായി. 6 വർഷം. വേറൊരു സ്റ്റോറി പറയാനുണ്ട്. ഒരു ഫ്രണ്ടിന്റെ അനിയത്തിക്ക് കല്യാണാലോചന വന്നു. ഫ്രണ്ടിന്റെ അനിയത്തി നാട്ടിലാണ് പഠിച്ചത്, വർക്ക് ചെയ്യുന്നത്. പക്ഷെ അനിയത്തിന്റെ കല്യാണാലോചന മുടങ്ങി. അതിനൊരു റീസൺ ആയിട്ട് പറഞ്ഞത് ഈ ഫ്രണ്ടിൻ, അതായത് ആ പെൺകുട്ടിയുടെ ചേട്ടൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു വെറൈറ്റി റീസൺസ് പറഞ്ഞടക്കം ഈ ബാംഗ്ലൂര് ആണെന്നുള്ള രീതിയിൽ കല്യാണം മുടങ്ങി പോകുന്ന കേസുകളുണ്ട്. പെൺകുട്ടി ബാംഗ്ലൂർ പഠിച്ച പോലെ ചെക്കൻ ബാംഗ്ലൂരിലാണ്. പിന്നെ ഒരു കോമൺ കേസാണ് നമുക്ക് പറയുന്നത്. ഇത് ചെറുക്കന്റെ ഏട്ടൻ, പെൺകുട്ടിയുടെ ചേട്ടൻ. അതുകൊണ്ട് അവർക്ക് ആ ബന്ധം വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, അതെല്ലാം ഭയങ്കര ഓടായിട്ടുള്ളൊരു റീസണിങ് ആണ്. അപ്പം നമ്മുടെ നാട്ടിലൊരു പൊതുവേ ഉള്ളൊരു ലൈക്ക് അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പഴയ ഒരു എന്താ പറയണ്ടേ, ഈ പഴയ തലമുറ മാത്രമല്ല, ഇപ്പം ആ ഒരു ട്രെൻഡ് ഈ പറയുന്ന പോലെ തന്നെ പുതിയ തലമുറയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നീ പറഞ്ഞ പോലെ റീൽസും കാര്യങ്ങളൊക്കെ പിള്ളേർ ഇടുന്നത്. ആ സംഭവം ഫ്യൂച്ചർ പുതിയ തലമുറയിൽ ഇഞ്ചെക്ട് ചെയ്ത് വരികയാണ്. പക്ഷെ അത് തെറ്റാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഇവിടെ ബാംഗ്ലൂർ ഓൾമോസ്റ്റ് ഒരു 10-12 വർഷമായി. പക്ഷെ ഈ പറഞ്ഞ അതേ കൺസെപ്റ്റിനാണ്. വഴി തെറ്റണമെന്ന് ആഗ്രഹമുള്ളവർ അത് എല്ലാം നമ്മുടെ ഒരു മനസ്സിന്റെ കൺട്രോളാണ്. ഇപ്പം എന്നെ വഴി തെറ്റിക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം, അല്ലാണ്ട് ഒരുത്തം വന്നിട്ട് എൻ്റെ വായിൽ കള്ള് ഒഴിച്ചു തരുന്നതല്ല. അതായത് ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലായി അത് ഇപ്പം ബാംഗ്ലൂർ തന്നെ ആവണമെന്നില്ല, എവിടെ പോയി കഴിഞ്ഞാലും വഴി തെറ്റും. പക്ഷെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു റോങ് മെസ്സേജ് പാസ് ചെയ്യുന്നത് നിർത്തണം. കാരണം എന്ന് വെച്ചാൽ ഇത് ലൈക്ക് ടു ബി ഫ്രാങ്ക് ഇതൊരു സത്യമല്ല അല്ലേ. ആ ഒരു സിറ്റീന് അങ്ങനെ ഒരു ഇത് പറയേണ്ട ആവശ്യമില്ല. മേ ബി നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമുക്കൊരു ഇമോഷൻ കൊണ്ടായിരിക്കും. പക്ഷെ ആവശ്യമില്ലാത്ത ഇങ്ങനെ പറഞ്ഞൊരു സിറ്റീനെ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ജനറലൈസ് ചെയ്തിട്ട് പിന്നെ നീ പറഞ്ഞൊരു കാര്യം പോലെ നമ്മൾ ഈ പറയുന്ന പോലെ പണിയെടുത്ത് ഈ പറയുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് കുടുംബം നോക്കാനുണ്ട്, പിന്നെ നമ്മളുടെ കാര്യം നോക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ചിലവർക്കൊന്നും ഈ വഴിതെറ്റാൻ സമയം കിട്ടാറില്ല. വഴി തെറ്റണം എന്ന് വിചാരിച്ചാലും വഴി തെറ്റാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അതാണ് ആക്ച്വൽ. സർക്കിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതുവരെ ഒരു ദുശീലം ഇല്ലാതെ വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ പേരുണ്ട്. അപ്പൊ എല്ലാരും കൂടി ജനറലൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ബാംഗ്ലൂർ കാണാത്ത ടീം വരും. അപ്പൊ ഇവന്മാർ ഈ സിനിമയിൽ അതിലെ കണ്ടിട്ട് നമ്മളോട് ചെന്നാൽ ബാംഗ്ലൂർ കാണുന്നോ, നിനക്ക് അങ്ങനെ കിട്ടാറുണ്ടോ, എന്ത് കിട്ടാ? അല്ല, ഞാനിങ്ങനെ സിനിമയിനകത്തും കുറെ വീഡിയോസിനകത്തും ഇങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പൊ അതുപോലെയല്ല ഉണ്ടാവുക. മറ്റേ ദുൽഖറിന്റെ മറ്റേ മൂവിയില്ലേ ചാർലി,
അതില് ചാർലി ഇൻട്രൊഡക്ഷൻ സീൻ പാർവതിന്റെ ഒരു സീൻ ഓർമ്മ ഉണ്ടോ? ഓട്ടോയിൽ വന്നിറങ്ങുമ്പോ ബാംഗ്ലൂര് എന്റെ വീടിന്റെ അടുത്തുള്ള കൊച്ചു അവളെ ചെലവിനുള്ള പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഓക്കെ അതേപോലെ 22 FK ഒരുപാട് പടത്തിൽ ഇങ്ങനെ ആ ഒരു ചിത്രീകരണം ആൾക്കാരുടെ മനസ്സിൽ അടിച്ചു പതിച്ചു. സോ ബേസിക്കലി ബാംഗ്ലൂർ കാണാത്തവൻ പോലും ബാംഗ്ലൂരിനെ പറ്റി അറിയാത്തവൻ പോലും ബാംഗ്ലൂർ പിക്ചറൈസ് ചെയ്യുന്നത് എങ്ങനെയാ വഴി തെറ്റാനുള്ള ഒരു സിറ്റി. ഇപ്പോ ഈ സുദീപാത്മിക സിനിമേനകത്ത് ജയസൂര്യ ബാംഗ്ലൂർ വന്നിട്ടാണ് അയാളുടെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മൂവിനെ പറ്റി ആളുകൾ ചർച്ച ചെയ്യുന്ന കുറവാണ്. അതെ അത് എന്ന് പറയുന്നത് പക്ഷെ അതിൽ മെയിൻ ഫോക്കസ് നമ്മുടെ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു ഇതിൽ വിക്കിൽ പോയോണ്ടായിരിക്കും. ബട്ട് അഗെയിൻ അത് നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ബാംഗ്ലൂരിനെ പറ്റിയിട്ട്. ഇപ്പൊ ബാംഗ്ലൂരിനെ പറ്റിയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം രോമാഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ പട്ടിണിയും ദാരിദ്ര്യവും കുറച്ച് കൊച്ചു സന്തോഷങ്ങളും അതൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ മേ ബി ആൾക്കാരുടെ ഒരു കണ്ണുകടിയും നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു ഇതുമായിരിക്കാം. സോ അതെല്ലാം കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത്. ബട്ട് ഇത് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബാംഗ്ലൂരിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബാംഗ്ലൂരുള്ള മലയാളീസിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. ബട്ട് സത്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ വഴിതെറ്റണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. ഇല്ല അതെ പക്ഷെ ഒരൊറ്റ കാര്യം ദയവേത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണുന്നവരെങ്കിലും നിങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത ജനറേഷനെങ്കിലും അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാതിരിക്കുക. കാരണം ഓൾറെഡി ഇങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മളുടെ ജനറേഷൻ വരെ എത്തിക്കഴിഞ്ഞു. അടുത്ത ജനറേഷൻ തൊട്ടത് നിർത്താന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ നമുക്കുള്ളൂ അല്ലേ. അപ്പം ഇതും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. സോ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് അത് ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഇനിയും വരും. നല്ല ടോപ്പിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതെ അത് മാത്രമല്ല പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറീസ് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം ഞങ്ങൾക്കാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പേജിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. കാരണം നിങ്ങളുടെ സ്റ്റോറീസ് എന്താണോ അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ് യുവർ ബാംഗ്ലൂർ സ്റ്റോറി. അതെ നിങ്ങളുടെ ബാംഗ്ലൂർ സ്റ്റോറി നിങ്ങൾക്ക് ബാംഗ്ലൂരിനോട് റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ. അപ്പം അതും പറഞ്ഞുകൊണ്ട് see you. ബൈ. ഇനി പറഞ്ഞ ബാംഗ്ലൂർ പോയി വൈകിട്ടോ.